നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നു. ഇവിടെ റെഗുലർ, സപ്ലിമെൻ്ററി, ഇംപ്രൂവ്മെൻറ്റ്, ദെൻ SD എല്ലാ വിദ്യാർത്ഥികളുടെയും റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. പലരും ജയിച്ചിട്ടുണ്ടെന്ന കാര്യം നമ്മുടെ പല വീഡിയോസിന് താഴെ കമൻ്റായി പറഞ്ഞിട്ടുണ്ട്. ജയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇതിനിടയിൽ പല വിദ്യാർത്ഥികളും പറഞ്ഞിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അർഹിച്ച മാർക്ക് തന്നിട്ടില്ല എന്ന്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ, ആത്മവിശ്വാസമുണ്ടെങ്കിൽ റീവാലുവേഷനും സ്ക്രൂട്ടിനിക്കും കൊടുക്കാവുന്നതാണ്. പിന്നെ ചോദിച്ചു എന്താണ് ഡിഫറൻസ്, ഈ സ്ക്രൂട്ടിനിക്കും റീവാലുവേഷനും എന്താ വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ, റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർപരിശോധനയാണ്. നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യൂ ചെയ്യും എക്സാമിനർ. എന്നാൽ സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്ക് ഇടുന്നത് ഒരു ടീച്ചർ നിങ്ങളുടെ ആൻസർ ഷീറ്റ് മാർക്ക് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 1 മുതൽ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ അതിനുള്ള മാർക്ക് ഇടുന്നത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള മാർജിനിലല്ല, പകരം ഫ്രണ്ടിൽ ഫേഷ്യൽ ഷീറ്റിൽ തന്നിരിക്കുന്ന കോളത്തിലാണ്, മാർക്കിംഗ് കോളത്തിലാണ് മാർക്ക് ആഡ് ചെയ്യാറുള്ളത്. കൂട്ടി നോക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഫ്രണ്ട് ഷീറ്റിൽ നിങ്ങൾ മാർക്ക് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഒബ്ജക്റ്റ് ചെയ്യാം. അതാണ് സ്ക്രൂട്ടിനിയും റീവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്കത് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളുടെ കോപ്പി നിങ്ങൾക്ക് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഡേറ്റ് നമ്മൾ വരുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ചോദിച്ചിരുന്നു എന്നാണ് ജയിച്ച എല്ലാ സെമസ്റ്റർ പരീക്ഷകളും ജയിച്ച വിദ്യാർത്ഥിനികൾക്കുള്ള കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പിന്നെ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും സാധാരണ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ച കോളേജിലേക്ക് യൂണിവേഴ്സിറ്റി അയക്കും. നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്നാണോ കൺസോളിഡേറ്റഡ് മാർക്കും, അതായത് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും കിട്ടുന്നതെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരും. അതിൽ നിങ്ങൾ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ 3 to 6 monthsനുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. 1 മുതൽ 6 വരെയുള്ള സെമസ്റ്റർ പരീക്ഷകളുടെ SGPA കൂട്ടി നിങ്ങൾക്ക് നിങ്ങളുടേതായ മാർക്ക്, നിങ്ങളുടെ ഗ്രേഡ് പോയിൻ്റൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കാണാൻ പറ്റാവുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. നമ്മളതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീണ്ടും ആവർത്തിക്കുന്നു, അങ്ങനെ 6 സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഹോൾഡറായി. സന്തോഷം ഞങ്ങൾക്കും നിങ്ങൾക്കും. പിന്നെ 1-2 വിഷയങ്ങളിൽ പല സെമസ്റ്ററിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ സപ്ലിമെൻ്ററി ഉള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ, വിവിധ സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ അപ്ലൈ ചെയ്യുക. പോയ വിഷയങ്ങൾ നന്നായി പഠിക്കുക, പരീക്ഷയുമായി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.